ഈ പുട്ടുകുറ്റി കൊണ്ടേ പുട്ടുണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ 100 കൂട്ടം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കഴിയും. ഇന്നത്തെ വീഡിയോ നമ്മൾ പുട്ടുകുറ്റി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല ടിപ്പുകളാണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ചെറിയ കുപ്പികളിലൊക്കെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് ചോർപ്പ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചോർപ്പ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുട്ടുകുറ്റി ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു തുള്ളി എണ്ണ പോലും വെളിയിൽ പോകാതെ ഒഴിക്കാനായിട്ട് കഴിയും. ഈ ഒരു കാര്യത്തിന് എടുക്കുമ്പം പുട്ടുകുറ്റിയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല, ഇല്ലെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് കനച്ചു പോകും കേട്ടോ. അതുപോലെ തന്നെ എണ്ണ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ആ കവർ പുട്ടുകുറ്റിയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും കവറിലാവാതെ മൊത്തമായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് കിട്ടും. അടുത്ത ടിപ്പ്, രാവിലെ നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 1-2 മുട്ടയൊക്കെ പുഴുങ്ങിയതായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നമുക്കത് പുഴുങ്ങിയെടുക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുട്ടുകുറ്റിയിൽ നമ്മൾ മുട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കറിൽ നമുക്കൊരു 7 മിനിറ്റ് കൊണ്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ കുക്കറിൽ കടലയാണ് കേട്ടോ വേവിക്കാനിട്ടിരിക്കുന്നത്. കടല വേവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുട്ടയും പുഴുങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്യാസും ലാഭമാണ്, സമയവും ലാഭമാണ്. ഇതേ കണ്ടില്ലേ, നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇന്നെനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈ 2 മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്തതുമാണ് കേട്ടോ. ഇതുപോലെ വെക്കുമ്പോഴേ നമ്മൾ മുട്ട പൊട്ടിയിട്ട് വെളിയിലേക്ക് വരാറില്ല കേട്ടോ. നമ്മൾ കുക്കറിലൊക്കെ മുട്ട വേവിക്കുമ്പോൾ അത് പൊട്ടി വെളിയിലേക്കൊക്കെ വെള്ളമൊക്കെ കയറാറുണ്ടല്ലോ. ഈ രീതിയിൽ വെക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പഴമൊക്കെ പുഴുങ്ങിയതാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് നമ്മുടെ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് പഴമൊക്കെ പുഴുങ്ങി കിട്ടും. സ്റ്റീമറിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനൊക്കെ ഒരുപാട് സമയം വേണം. അതേസമയം ഇതുപോലെ നമ്മൾ കുക്കറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുക്കറിനുള്ളിലുള്ളതും പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ സ്റ്റീം ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പഴമായാലും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങൊക്കെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള ചില സ്നാക്സുകളൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇവിടെ എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം എന്ത് തന്നെ ആയാലും 1-2 പീസ് പഴം ഇതുപോലെ പുഴുങ്ങി വേണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തി ആയിട്ട് കാർബൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ് നമുക്ക് ഈ ഒരു പുട്ടുകുറ്റിയിൽ വളരെ എളുപ്പത്തിൽ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നമ്മൾ പുട്ടുകുറ്റിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു പകുതി കുക്കാവുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് കുക്കറിൽ പയർ തോരന് വേണ്ട പയർ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരേ സമയം തന്നെ നമുക്ക് 2 വേലയും കഴിഞ്ഞ് കിട്ടും. ഈ ഒരു വെജിറ്റബിൾസിനോടൊപ്പം തന്നെ 1-2 മുട്ട കൂടി പുഴുങ്ങിയത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റൊക്കെ നോക്കാനായിട്ട് ആരും മടിക്കേണ്ട. ഇതുപോലെ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ടിപ്പുകൾ വഴി നമ്മുടെ ഹെൽത്ത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും നേന്ത്രപ്പഴം കട്ട് ചെയ്തതുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് രണ്ടും നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡേറ്റ്സോ അണ്ടിപ്പരിപ്പോ, ഞാനിപ്പോൾ 2 അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഏകദേശം ഒരു 3 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടിച്ച് ഷേക്ക് ആക്കി എടുക്കുന്നത്. ഒരു 1/2 ഗ്ലാസോളം പാലും, ഞാൻ മോൾക്ക് വേണ്ടിയാണ് ഈ ഷേക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മോൾക്ക് കൊടുക്കുന്ന വെയിറ്റ് ഗെയിൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ആ ഒരു പൊടി കൂടെ ചേർത്തിട്ട് മധുരത്തിന് വേണ്ടി ഞാൻ ബ്രൗൺ ഷുഗറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെയൊക്കെ ഹറിബറി ആണെങ്കിൽ കൂടിയും നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ഷേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പുട്ടുകുറ്റി കൊണ്ട് ഞാൻ ചെയ്യുന്ന അടുത്ത ടിപ്പ്, ഇതുപോലെ രാവിലെയൊക്കെ നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ പത്തിരിയോ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലപോലെ കല്ല് പോലെ ആയിട്ടുണ്ടാവും. അപ്പം കഴിക്കാൻ നേരത്തെ ഞാൻ ഡിന്നറിൻ്റെ സമയത്ത് ഇതുപോലെ പുട്ടുകുറ്റിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് പൂ പോലെ കിട്ടും കേട്ടോ. ചപ്പാത്തി മാത്രമല്ല കേട്ടോ ഈ ഒരു രീതി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നത്. പത്തിരിയും പൊറോട്ടയും അപ്പവും ഒക്കെ നമുക്ക് രാവിലെ തയ്യാറാക്കിയത് വൈകിട്ട് ഡിന്നറിൻ്റെ സമയത്ത് ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന സമൂസയും പപ്സും ഒക്കെ തണുത്ത് പോയാൽ ഈ ഒരു രീതിയിൽ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാറുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി നല്ല പൂ പോലെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. രാവിലെ റെഡിയാക്കിയ ചപ്പാത്തിയാണെന്ന് ഇപ്പം കണ്ടാൽ ആരും പറയത്തില്ല കേട്ടോ, അത്രയ്ക്ക് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവരാണ്, ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റൊക്കെ സാലഡിലേക്കും അല്ലെങ്കിൽ സാൻഡ്വിച്ചിലേക്കൊക്കെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ചിക്കൻ മാത്രമല്ല ഫിഷ് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങ നീരും പിഴിഞ്ഞെടുത്ത് ആ ഒരു മസാല നല്ലപോലെ ഈ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പൊതുവേ ചിക്കൻ ഈ ഒരു രീതിയിലാണ് പുഴുങ്ങിയെടുക്കാറുള്ളത്. ഇനി ഈ ഒരു മസാല നല്ലതുപോലെ ചിക്കനിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് മാറ്റി കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ചിക്കൻ കഴിക്കാനായിട്ട് പറ്റും. ജിമ്മിലൊക്കെ പോകുന്നവർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചിക്കൻ വേവിച്ച് അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇത് തന്നെ നമുക്കെടുത്ത് കുട്ടികൾക്ക് സാൻഡ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ സാലഡിലൊക്കെ സ്ക്രാമ്പിൾ ചെയ്തും ഉപയോഗിക്കാം. ഇതേ കണ്ടില്ലേ, ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പൊതുവേ പുട്ടുമേക്കർ വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ ടിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പം വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.